ആദിയുഷസന്ധ്യ പൂത്തത് ഇവിടെ എന്ന് ഒരു മഹാനായ വിപ്ലവകാരിയെ കുറിച്ച് പറയാൻ ഒരു കവിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അയാൾ തന്നെയാണ് മഹാകവി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സംഗീതത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. കലയുള്ളയിടത്ത് കലാപം ഉണ്ടാവില്ല. അത് അങ്ങനെ വരില്ല. ഒരു കലാകാരൻ ഒരിക്കലും ഒരു കലാപകാരിയായി മാറാൻ കഴിയില്ല. സഹൃദയത്വം എന്ന് പറയുന്നത് ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനെ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു അമ്മാവൻ മായ്ച്ചു കളഞ്ഞ ചിത്രങ്ങൾ മറ്റൊരു അമ്മാവൻ വീണ്ടെടുത്തപ്പോഴാണ് രാജാ രവിവർമ്മ ഉണ്ടായി. ഒരമ്മാവൻ കരിക്കട്ട കൊണ്ട് വീടിന്റെ ചുവരുകളിൽ ഈ കുട്ടി ചിത്രം വരക്കുമായിരുന്നു. രാജാ രവിവർമ്മ, ഇന്ന് രവിവർമ്മ എന്ന് പറയുന്ന രവിവർമ്മയുടെ പേരിലാണ് ഇവിടുത്തെ സ്കൂൾ ഓഫ് ആർട്സ് നിൽക്കുന്നത്. അപ്പോ ഒരു അമ്മാവൻ മായ്ച്ചു കളയി, പക്ഷെ മറ്റൊരു അമ്മാവൻ ചിത്രം വരയ്ക്കാൻ പ്രേരണയായി മാറി. നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവ്. എന്റെ മുന്നിൽ എത്ര മക്കളാണ് അതിമനോഹരമായി പാടിയത്. അവരുടെ ശരീരമല്ല ശാരീരം, അവരുടെ പാട്ട് പാടാനുള്ള കഴിവ് അത് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഉന്നതമായ താളബോധം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താളം, ഈ താളത്തിൽ നിന്നാണ് ലോകം തന്നെ ഉണ്ടാവുന്നത്. താളബോധം നഷ്ടപ്പെടുന്നതാണ് വർത്തമാനകാല സമൂഹത്തിൽ സംഭവിക്കുന്ന ദുരന്തം, അല്ലെ? ഒരുത്തൻ 5 പേരെ കൊല്ലുന്നതും, വേറൊരുത്തന്റെ മൂക്കിന്റെ പാലമടിച്ച് പൊളിക്കുന്നതും, വേറൊരുത്തനെ തലക്കടിച്ച് കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ കൊണ്ടാണ് കഴിഞ്ഞ 4 ദിവസം കേരളം പുലർന്നു വന്നത്. ഈ മക്കൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിലുള്ള താളബോധം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണകൂടമല്ല, ഇവിടുത്തെ വ്യവസ്ഥിതിയല്ല, ഒന്നുമല്ല. വീടാണ്.